നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കേനോപനിഷത്തിനെക്കുറിച്ചാണ്. പ്രസിദ്ധങ്ങളായ ദശോപനിഷത്തുക്കളിൽ ഈശാവാസ്യം കഴിഞ്ഞാൽ രണ്ടാമതാണ് കേനോപനിഷത്ത്. സാമവേദത്തിൽപ്പെട്ട തലവകാര ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണു കേനോപനിഷത്ത്. ആ ബ്രാഹ്മണത്തിൽ ആകെ 9 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 8 അധ്യായങ്ങളിൽ യാഗാദി കർമ്മങ്ങളും കർമ്മങ്ങൾക്ക് ആശ്രയമായ പ്രാണാദി ദേവതകളുടെ ഉപാസനയും കർമ്മ അംഗങ്ങളുമായ സാമാദികളുമാണ് വിവരിക്കുന്നത്. 9-ാം അധ്യായമാണ് കേനോപനിഷത്ത്. കേനേഷിതം പതതി പ്രേഷിതം മന എന്ന 1-ാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ വാക്കിൽ നിന്നാണ് ഇതിനു കേനോപനിഷത്ത് എന്ന് പേരു ലഭിക്കുന്നത്. ആദ്യ ഭാഗങ്ങളിൽ വിവരിച്ച നിത്യ നൈമിത്തിക കർമ്മങ്ങളെല്ലാം നിഷ്കാമമായി അനുഷ്ഠിച്ചു ചിത്തശുദ്ധി നേടിയ ഒരു ജിജ്ഞാസുവിനു ബ്രഹ്മാത്മൈക്യ ജ്ഞാനത്തെപ്പറ്റി ഉപദേശിക്കുന്നതാണ് ഇതിലെ വിഷയം. ആ ജ്ഞാനം കൊണ്ട് മാത്രമേ മായാമോഹത്തെ തരണം ചെയ്ത് ജനനമരണ രൂപമായ സംസാരത്തിൽ നിന്ന് മോക്ഷം നേടി സ്വതന്ത്രനാകാൻ സാധിക്കൂ. കേനോപനിഷത്തിൽ 4 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 2 അധ്യായം ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ്. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളെയും അന്ധഃകരണത്തെയും പ്രാണനെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഏതാണ് എന്ന ചോദ്യത്തോടുകൂടി 1-ാം അധ്യായം ആരംഭിക്കുന്നു. ആത്മാവിൻ്റെ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെ സഹായം കൂടാതെ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് ആചാര്യൻ ശിഷ്യന് വ്യക്തമാക്കി കൊടുക്കുന്നു. ആത്മാവിനെ അറിയുവാൻ അവയ്ക്കൊന്നും സാധിക്കുകയുമില്ല. അനാദ്യനന്തവും ഉപാധിരഹിതവുമായ ബ്രഹ്മം എല്ലാത്തിൻ്റെയും പ്രത്യേകാത്മാവും സർവസാക്ഷിയും ദൃക്സ്വരൂപിയും ആകയാൽ അത് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വിഷയമാവുകയില്ല എന്നാണ് ആദ്യത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. ആത്മാവിനെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞുവെന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അയാൾക്ക് വളരെ കുറച്ചേ അറിവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് അറിഞ്ഞിട്ടില്ലെന്ന് അർത്ഥം. കാരണം അത് വിവിധങ്ങളിൽ നിന്ന് അന്യമാണ്. മാനസിക ഭാവങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മനുഷ്യനിലെ പരിശുദ്ധ ബുദ്ധിയുടെ സാന്നിധ്യവും നമുക്ക് അറിയുവാൻ കഴിയുന്നു. ജഡവും ഭൗതികവുമായ മനസ്സിന് ആ ശുദ്ധജ്ഞാനത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതിൻ്റെ പ്രകാശത്തിലാണു നാം വിഷയങ്ങളെ കണ്ടറിയുന്നത്. എല്ലാ മാനസിക ഭാവങ്ങളുടെയും പശ്ചാത്തലമായ ആ പരിശുദ്ധ ബുദ്ധിയുടെ വൃത്തികളിലാണ് ആത്മാവിനെ ധ്യാനിക്കുകയും ദർശിക്കുകയും ചെയ്യേണ്ടതെന്നു 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. 3-ഉം 4-ഉം അധ്യായങ്ങളിൽ ഒരു ഉദാഹരണം കൊണ്ട് പൂർണ്ണബ്രഹ്മത്തിൻ്റെ വിവരണം കാണിക്കുകയാണു ചെയ്യുന്നത്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഈശ്വര സഹായം കൊണ്ടു ദേവന്മാർ ജയിച്ചു. പക്ഷേ അത് തങ്ങളുടെ കഴിവായി കണ്ട് അവർ അഹങ്കരിച്ചു. അധഃപതനത്തിലേക്ക് വഴിതെളിയിക്കുന്ന ഈ മോഹത്തെയും അഹങ്കാരത്തെയും മാറ്റുവാൻ സർവേശ്വരൻ ഒരു യക്ഷരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. തങ്ങളുടെ കഴിവിൽ വലിയ അഭിമാനമുണ്ടായിരുന്ന അഗ്നിയും വായുവും ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് അത് എന്താണെന്നറിയുവാൻ ശ്രമിച്ചു. പക്ഷേ
പരാജിതരായി. അവസാനം ഇന്ദ്രൻ തന്നെ പുറപ്പെട്ടു ചെന്നപ്പോൾ യക്ഷൻ അപ്രത്യക്ഷമാകുകയും തൽസ്ഥാനത്ത് സുന്ദരമായ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ വിദ്യാരൂപിണിയായ ഹൈമവതി ഉമയുടെ രൂപത്തിൽ വന്ന് ഇന്ദ്രനു ജ്ഞാനോപദേശം ചെയ്യുന്നു. തങ്ങൾക്കുണ്ടായ വിജയം സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും ശക്തി കൊണ്ടും ഉണ്ടായതാണെന്നും യഥാർത്ഥത്തിൽ കർത്താവ് ബ്രഹ്മം മാത്രമാണെന്നും ബാക്കിയെല്ലാം നിമിത്തം മാത്രമാണെന്നും അങ്ങനെ ദേവന്മാർക്കു മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സർവേശ്വരൻ്റെ സമീപത്ത് ചെല്ലുവാനും സംസാരിക്കുവാനും സാധിച്ചതുകൊണ്ട് അഗ്നിയും വായുവും ഇന്ദ്രനും ദേവന്മാരിൽ പ്രധാനന്മാരായി തീർന്നു. കഥ കൊണ്ട് വെളിപ്പെടുത്തുന്ന ആന്തരതത്വം ഇതാണ്. ദേവന്മാർ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആദി ദൈവിക ശക്തികളാണ്. ഇന്ദ്രൻ അവയെയെല്ലാം ഭരിക്കുന്ന അഹംഭാവവും. അസുരന്മാർ മനുഷ്യനിലുള്ള ദുഷ്ടവിചാരങ്ങൾ. ചിലപ്പോൾ ഇന്ദ്രിയങ്ങൾ ദുഷ്ടങ്ങളായ വികാരങ്ങളെയും വിചാരങ്ങളെയും ജയിച്ച് പെട്ടെന്ന് അഭിമുഖങ്ങളായി തീരുന്നു. അപ്പോൾ ആത്മതത്വം മുഴുവൻ അറിഞ്ഞു എന്ന അഹങ്കാരം അവയ്ക്ക് ഉണ്ടാകുന്നു. വാക്കുകളുടെ ദേവതയായ അഗ്നിയും പ്രാണൻ്റെ ദേവതയായ വായുവും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതു തങ്ങളാണെന്ന് അഹങ്കരിക്കുന്നു. പക്ഷേ താമസിയാതെ തന്നെ തങ്ങളുടെ ശക്തിയുടെ നിസ്സാരതയും ഫലമില്ലായ്മയും മനസ്സിലാക്കി അവർ പരാജയം സമ്മതിച്ചു പിന്മടങ്ങുന്നു. അഹംഭാവം അല്ലെങ്കിൽ ജീവാംശ സ്വരൂപമായ ഇന്ദ്രൻ അഹങ്കാരനാശത്തിനു ശേഷം വിനീതനായി മുന്നോട്ട് പോകുന്നു. തന്നിൽ നിന്ന് അന്യമായി പരമാത്മാവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ജീവാത്മാവ് പരാജയത്തിലും നിരാശയിലുമാണ് എത്തിച്ചേരുക. എങ്കിലും ആത്മാർത്ഥമായ ഭക്തിയുടെ ഫലമായി സർവേശ്വര ശക്തി ഗുരുവിൻ്റെ രൂപത്തിൽ മുന്നിൽ വന്ന് യഥാർത്ഥ തത്വം മനസ്സിലാക്കി കൊടുക്കുന്നു. സഗുണാകാര രൂപത്തിലൂടെ മാത്രമേ നിർഗുണാകാര രൂപത്തെ സാക്ഷാത്കരിക്കുവാൻ കഴിയൂ. ഇന്ദ്രനും ദേവന്മാരും, അതായത് ആത്മാവും ഇന്ദ്രിയങ്ങളും സത്യം മനസ്സിലാക്കി അഹങ്കാരം വെടിഞ്ഞു കൃതാർത്ഥരായി തീരുന്നു. ഇങ്ങനെ ബ്രഹ്മസ്വരൂപം വിവരിച്ചതിനു ശേഷം സാധനയും അനുഷ്ഠാനവും സംസ്കാരവും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി അതിദൈവതവും ആധ്യാത്മികവുമായ ഉപാസനകളെ കൂടി ഇതിൽ വിവരിക്കുന്നുണ്ട്. സദാചാര മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവർക്കു മാത്രമേ ആധ്യാത്മിക ജീവിതത്തിലേക്കു പ്രവേശനം സിദ്ധിക്കുകയുള്ളൂവെന്ന് കാണിക്കാനായി ഇന്ദ്രിയ നിഗ്രഹം, മനസ്സംയമം, നിഷ്കാമ കർമാനുഷ്ഠാനം, ശാസ്ത്ര പഠനം, സത്യനിഷ്ഠ മുതലായവയുടെ പ്രാധാന്യത്തെ കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു. ദൈനംദിന ജീവിതം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന തരത്തിലാക്കി തീർക്കാനാണ് ഭാരതീയ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. അങ്ങനെ ആധ്യാത്മിക സത്യസാക്ഷാത്കാരത്തിന് അവശ്യം അനുസരിക്കേണ്ട ജീവിത മൂല്യങ്ങളെ കൂടി പറഞ്ഞുകൊണ്ടാണ് കേനോപനിഷത്ത് അവസാനിക്കുന്നത്. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ശ്ലോക വിവരണങ്ങളുള്ള തുടർ ഭാഗങ്ങൾ കൂടി കേൾക്കുവാൻ ശ്രമിക്കുക. നമ്മൾ നേടുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ അറിവ് വർദ്ധിക്കുന്നത്. അതിനാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ
അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അന്നേരം തന്നെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ശരി, നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം സദ്ഗുരവേ നമഃ.